മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ എന്ത് ചെയ്തു പറഞ്ഞു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ യേശു അവരെ സഹായിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഇന്നും പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓർപ്പിക്കുന്നത് യേശു കർത്താവ് പറഞ്ഞ ഉപമയ്ക്കകത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ദൈവത്തോട് അടുക്കണം. ദൈവത്തോട് അടുക്കുന്നവർക്ക് പ്രാർത്ഥനയിൽ മടുപ്പില്ല. ദൈവത്തോട് നമ്മൾ അകലുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ടാകുന്നത്. ആ പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അതേ പട്ടണത്തിൽ തന്നെ ഒരു വിധവയുണ്ടായിരുന്നു. ആ വിധവ ചെയ്ത കാര്യം എന്താണ്? ആ ന്യായാധിപന്റെ അടുക്കൽ ചെന്നു എന്നുള്ളതാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ദൂതിതാണ്. മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അടുക്കണം. ദൈവത്തോട് അടുക്കുന്നവന് പ്രാർത്ഥനയിൽ മടുപ്പില്ല. അവന് പ്രാർത്ഥന ഉത്സാഹമാണ്. പ്രാർത്ഥന അവന്റെ ആഹാരമാണ്. പ്രാർത്ഥന അവന്റെ ശ്വാസമാണ്. പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയത്തില്ല. യേശു പറയുകയാണ്, മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് ന്യായാധിപന്റെ അടുക്കൽ ചെല്ലണം. ആരാണ് നമ്മുടെ ന്യായാധിപൻ? നമ്മുടെ കർത്താവാണ്. കർത്താവിന്റെ സാന്നിധ്യം ഒരു വിഷയത്തിന് വേണ്ടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആമേൻ. നിന്റെ വിഷയത്തിന് വേണ്ടി അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. രണ്ട് കാര്യം, പ്രതിക്രിയ നടത്തും, രണ്ട് രക്ഷിക്കും. ആര് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു? കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു? ആമേൻ. പ്രതിക്രിയ നടത്തി നിന്നെ രക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കുന്നവളെ നീ ഭയപ്പെടേണ്ട. പ്രാർത്ഥിക്കുന്ന പിതാവേ നീ ഭയപ്പെടേണ്ട. പ്രാർത്ഥിക്കുന്ന മാതാവേ ഭയപ്പെടേണ്ട. അവൻ നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നിന്നെ രക്ഷിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഉള്ളുണർന്നപ്പോൾ, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? ന്യായാധിപൻ പറഞ്ഞു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് പറയാം. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമോ? നമ്മൾ അറിയേണ്ട അതിപ്രധാനമായിട്ടുള്ള കാര്യം ദൈവത്തിന്റെ ഉള്ളറിയണം. ദൈവത്തിന്റെ ഉള്ളം അറിയണം. ദൈവത്തിന്റെ ഉള്ളം നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ ഹൃദയം നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ വിചാരം നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ ഒരു മടുപ്പും ഉണ്ടാകത്തില്ല. മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എത്ര പേര് ദൂതനെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ന്യായാധിപൻ ഉള്ളുകൊണ്ട് പറഞ്ഞു. ഉള്ളുകൊണ്ട് പറഞ്ഞു. എപ്പോഴാണ് ന്യായാധിപൻ ഉള്ളുകൊണ്ട് പറഞ്ഞത്? വിധവ തന്റെ അടുക്കൽ വിഷയം പറഞ്ഞപ്പോൾ. അതെ, ദൈവത്തിന്റെ ഉള്ളം ഉണരാൻ പോകുകയാണ്. നമ്മുടെ വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ ഉള്ള് ഉണരണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ ഭവനത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ ഉള്ളത്തെ ഉണർത്തണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ശിഷ്യന്മാരും യേശുവും പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ യേശുവിനെ തട്ടി ഉണർത്തിയതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥന, നിന്റെ വിഷയത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പോകുകയാണ്. ആര് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു? ആര് മടുത്തു പോകാതെ മുട്ടുമടക്കാൻ തയ്യാറാകുന്നു? അവന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. അവന് വേണ്ടി ന്യായാധിപതി എഴുന്നേൽക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ഉള്ളം നീ അറിയാൻ തയ്യാറായാൽ ഹല്ലേലൂയ ഒരു ശക്തിക്കും നിന്റെ പ്രാർത്ഥനയെ മടുപ്പിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ഇടപെടാതിരിക്കത്തില്ല. രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ഇടപെടാതിരിക്കത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, യേശു പറയുകയാണ്, നീ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. ആമേൻ. തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ഇടപെടും. അതുകൊണ്ട് നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മള് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നമുക്കുണ്ടാകേണ്ട അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ദൈവം ഇടപെടുമെന്നുള്ള ഒരു വിശ്വാസം നമ്മൾ അകത്ത് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ചില പ്രാർത്ഥനയ്ക്കൊക്കെ കർത്താവ് പറഞ്ഞു, ശ്രദ്ധിക്കണം, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. എല്ലാരും പറഞ്ഞേ, വേഗത്തിൽ, 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 വേഗത്തിൽ. നമ്മുടെ ചില വിഷയങ്ങൾ വേഗത്തിൽ നടക്കാൻ പോകുകയാണ്.
ചില വിഷയത്തിന് താമസം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ വിഷയങ്ങൾ നടക്കാൻ താമസം ഉണ്ടാകുന്നതിന്റെ കാരണം എന്തുവാണ്? ആ വിഷയം നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്തിട്ടില്ല? പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കാതെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിനകത്ത് പരിഹാരമുണ്ടാകാൻ താമസം വരും. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാത്ത വിഷയം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ആ വിഷയത്തിന് പരിഹാരമുണ്ടാകത്തില്ല, വേഗത്തിൽ പരിഹാരമുണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് കടഭാരമായിരിക്കാം, തലമുറയെ കുറിച്ചായിരിക്കാം, സഭയെ കുറിച്ചായിരിക്കാം, ദേശത്തെ കുറിച്ചായിരിക്കാം, നമ്മുടെ വ്യക്തിപരമായ വിഷയമായിരിക്കാം, എന്തു വിഷയമായിക്കൊള്ളട്ടെ, അത് ദൈവത്തോട് പറയാൻ തയ്യാറായാൽ, അത് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ തയ്യാറായാൽ വേഗത്തിൽ ദൈവം അതിന്റെ പരിഹാരം ചെയ്തു തരുമെന്ന് ഇന്ന് നിങ്ങൾ